ആകട്ടെ. ബാക്കിയുള്ള അടുത്ത ഫ്രെയിമിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് കഴിവുള്ളവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന വലിയ സന്തോഷമായിരിക്കും. പരസ്പരം കാണുന്നത് വലിയ സന്തോഷമാണ്. എല്ലാവരെയും കാണുന്നത് എല്ലാവർക്കും സന്തോഷമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. കർത്താവിൻ്റെ വചനം നമ്മൾ ഇടപെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ വിഷയമുള്ളവർ ദൈവത്തോട് കർത്താവെ എൻ്റെ വിഷയത്തിൻ്റെ മേൽ മറുപടി നൽകണമേ, ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന വെച്ച വിഷയങ്ങളുടെ മേൽ മറുപടി നൽകണമേ, ഇന്ന് വചനത്തിൽ കൂടെ എന്നോട് ഇടപെടണമേ, എൻ്റെ ജീവിതം കുറച്ചുകൂടെ അങ്ങോട്ട് എടുക്കുവാൻ ഇടയായി തീരണമേ. ഇന്ന് പ്രിയപ്പെട്ട എം ജെ തോമസ് കൂടെ കേൾപ്പിച്ച എൻ്റെ കൂട്ടം ഞാനും എൻ്റെ ഭാര്യയും മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളും എന്ന യോശുവയോട് ചേർന്ന് പറയത്തക്കവണ്ണം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു പറയുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ സന്നിധാനത്തോട് ഞങ്ങൾ അടുത്തു വരുന്നു. ശ്രദ്ധയോടെ ആയിരിക്കാൻ ഇടയാക്കണമേ. എല്ലാവരുടെയും ഡിവൈസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇടയാക്കണേ. കർത്താവെ, ബേബിക്കുട്ടി ബ്രദറിൻ്റെ ഒക്കെ ഡിവൈസ് ഭംഗിയായി വർക്ക് ചെയ്യട്ടെ. നാളുകളായി ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നു. മഴയുടെ മുഴക്കവും ചാറ്റലും ഒക്കെ ഉണ്ട്. നല്ല മഴയൊക്കെ ഞങ്ങൾക്ക് അയക്കണമേ. എന്നാൽ ആരുടെയും കർത്താവെ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രയാസം വരാതെ കാക്കണമേ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ കാക്കണമേ. ദുബായുടെ പ്രദേശത്തെ യൂത്ത് ഹോസ്റ്റലിൻ്റെ ഹോളിലിരുന്ന് അങ്ങേ മോത്തപ്പെടുന്ന അതിൻ്റെ മക്കളോട് കൂടെയിരിക്കണം. ഇതുവരെ ചെയ്ത ശുശ്രൂഷകൾക്കായി സ്തോത്രം. സ്റ്റാർട്ടിംഗ് പ്രയർ, മധ്യസ്ഥ പ്രാർത്ഥന, കൊയറിൻ്റെതായ ഗാനങ്ങൾ എല്ലാം ഓർത്ത് നന്ദി കരയേറ്റും. തുടർന്നുള്ള അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ ശക്തി വ്യാപരിക്കണമേ. എളിയവനെ ശരീരാത്മതയിലെടുത്ത് ഉപയോഗിക്കണേ. അടിയുടെ നാവിനോടും ചിന്തയോടും കൂടെ ഇരിക്കണമേ. ദിനജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരൊക്കെ ഏതൊക്കെ വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്നു, സ്വർഗത്തിലെ അപ്പച്ച ഇപ്പോൾ തന്നെ നിന്റെ മക്കളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പ്രശ്നങ്ങൾ വിടുതൽ നൽകണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം. ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നവരുടെ കരുണ കാണിക്കണം. കുടുംബജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, 10ലും 12ലും പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം നൽകണം. എല്ലാ വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ അവിടുന്ന് മറുപടി നൽകണമേ. അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. അത് ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നു. ചെയ്തിരിക്കാൻ സ്തോത്രം. അത് കർത്താവ് നിന്റെ മക്കൾ അനുഭവിച്ചറിയട്ടെ. അടുത്ത ആഴ്ച സാക്ഷ്യം പറയത്തക്കണം. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കാലും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കാലും വിഷയങ്ങൾക്കൊക്കെയും മറുപടി തന്നിരിക്കാൻ കരങ്ങൾ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? കഴിഞ്ഞ മാസം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് ആർക്കെങ്കിലും പറയാമോ? പെട്ടെന്ന് ഒക്കെ മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറ്റിയാൽ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വരുവാനുള്ള തലമുറയെ കുറിച്ച് നമ്മൾ എന്താണ് നല്ല മാതൃക വെച്ചിട്ട് പോകണം. പ്രേ ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് ദ ജനറേഷൻ ടു കം. അതുപോലെ അതിന് തക്കവണ്ണമായിട്ട് ശത്രുവിന്റെ തന്ത്രങ്ങളെയൊക്കെ അറിഞ്ഞ് നമ്മൾ ജയിക്കുന്നവരായി തീരണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഓരോ പ്രാവശ്യവും കർത്താവ് തരുന്ന ആലോചന മാത്രമാണ്, മാനുഷികമായ ബുദ്ധിയുടെ പുറത്തല്ല, ദൈവം തരുന്ന ആലോചന. അതുകൊണ്ട് ശ്രദ്ധയോടെ ആയിരിക്കണം. ഇന്ന് കർത്താവ് നമ്മോട് ഇടപെടുവാൻ ആഗ്രഹിക്കും. കാരണം ഇന്നും ഭൂമിയിൽ നമ്മയൊക്കെ ആക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാ. കർത്താവിന്റെ വരവ് വരെ അപ്പോസ്തലിക ശുശ്രൂഷയാണ് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, വിവിധങ്ങളായ ശുശ്രൂഷകൾ. അതുകൊണ്ട് അതെല്ലാം ചെയ്യുന്നവരായി തീരണം. വചനം പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ ആയിരിക്കട്ടെ എന്ന് പത്രോസ് പറയുന്നു. പത്രോസിനെയും അപ്പോസ്തലന്മാരെയും ഒക്കെ ധൈര്യപ്പെടുത്തിയവനായ കർത്താവ് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം വളരെ ശക്തമായി നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ചിന്തിക്കുന്നത് പ്രയോജനമുള്ളതായ പാത്രങ്ങൾ ആവുക. ബിക്കം യൂസ്ഫുൾ വെസൽസ്. എല്ലാവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? യൂസ്ഫുൾ വെസൽസ് ആയി തീരുക. എവിടെയായിരുന്നാലും ദൈവത്തിന്റെ പ്രയോജനമുള്ള മക്കളായി തീരുക. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. പ്രയോജനമില്ലാത്തവരായിട്ടല്ല, പ്രയോജനമുള്ളവർ. കുറിവാക്യമായി 2 തിമോഥെയോസ് 2-ാം അധ്യായം 21-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാം. ഹോളിലുള്ളവർക്ക് വായിക്കാം. എനിബഡി ക്യാൻ പ്ലീസ് റീഡ്. ദൈവ വേദപുസ്തകം തുറക്കുന്നതും വായിക്കുന്നത് സന്തോഷമാണ്. ഹോളിലിരിക്കുന്നവരെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന വലിയ സന്തോഷമാണ്. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 21. ആരെങ്കിലും വായിക്കുന്നോ? പ്രൈസ് ദി ലോർഡ്. സൂമിൽ ഇരിക്കുന്നവർക്കും വായിക്കാം. PV തോമസ് ബ്രദറൊക്കെ ബൈബിൾ തുറക്കുന്നുണ്ട്. ആദ്യം എടുക്കുന്നവരൊക്കെ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 Timothy chapter 2:21. Those who cleanse themselves from the latter will be instruments for special purposes, made holy, useful to the master,
and prepared to ആ do any good work. and prepared to do any good work. കിങ് ജെയിംസ് വേർഷൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Therefore, if anyone cleanses himself from the latter, he will be a vessel for honor, sanctified and useful for the master, prepared for every good work. അതുകൊണ്ട് ഈ മാനപാത്രം എന്ന് പറയുന്നത് മാസ്റ്ററിന്, ഉടമസ്ഥന് പ്രയോജനമുള്ളതായി തീരുന്ന പാത്രമെന്നാണ്. ഇത് പൗലോസ് അവിടെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തെ ഉദ്ദേശിച്ചല്ല, ആ പാത്രങ്ങളെ സദൃശമായി പറഞ്ഞുകൊണ്ട് നമ്മെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ മലയാളത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നത്. അതായത് നമ്മൾ തന്നെത്താൻ വെടിപ്പാക്കണം. നമ്മൾ ദൈവത്തിന്റെ പാത്രങ്ങളാണ്, ദൈവത്തിന്റെ വെസൽസ് ആണ്. നമ്മെ തന്നെ വെടിപ്പാക്കണം. അങ്ങനെ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. നമുക്കറിയാം, നല്ല പാത്രങ്ങളൊക്കെ അടുക്കയിൽ വെക്കുമ്പോൾ അത് എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നറിയാവോ? നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്. അതുപോലെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ എന്താണ് ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ എന്താണ് പ്രത്യേകം ഗസ്റ്റ് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാനപാത്രം. അത് എപ്പോഴൊന്നും ഉപയോഗിക്കത്തില്ല, എന്നാൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ പുറത്ത് ഇറക്കുന്നത്. അപ്പം അത് എന്തിനു വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേലയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതായ മാനപാത്രമായിരിക്കും. നോക്കണം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ മാനപാത്രങ്ങളായി തീരണം. ദൈവത്തിന്റെ പൂണിയിൽ മിനുക്കി അമ്പുകളായി തീരണം. ഏത് സമയത്തും എല്ലായ്പ്പോഴും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കത്തക്കവണ്ണം എപ്പോഴും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാത്രമായിരിക്കണം. എത്ര നല്ല പാത്രങ്ങളാണെങ്കിൽ ശരി, ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ കയറി വരുമ്പോൾ അത് അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ അത് എടുക്കത്തില്ല. പിന്നെ വൃത്തിയായിരിക്കുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കണം. എന്നെ കേൾക്കും ദൈവജനമേ, ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്ന പാത്രങ്ങളായി തീരണം. ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന പോലെയും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയും വല്ലാത്ത കാലഘട്ടത്തിൽ കൂടെയാ നമ്മൾ കടന്നു പോകും. ലോക ചരിത്രത്തിൽ ഇത്രയും പ്രയാസകരമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്താ സമ്പത്തും കാര്യങ്ങളും ഒക്കെ കുറെ ഇടങ്ങളിലുണ്ട്, മനുഷ്യർക്ക് സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തെ മറന്നിരിക്കുന്ന ഒരു ജനതതി. കൂടാതെ എന്താണ്, നമ്മൾ ഓരോ ദിവസമുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് കുഞ്ഞുങ്ങളെയൊക്കെ അവരെ ഡ്രഗ്സിന്റെ അടിമകളാക്കി തീരും. 4 വയസ്സുള്ള കൊച്ചിന് അതിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഡ്രഗ്സ് കൊടുത്തതായിട്ടൊക്കെ അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഗുജറാത്തിന്റെ പോർട്ടില് ആയിരക്കണക്കിന് ടൺ കണക്കിന് ഇങ്ങനെയുള്ളതായ മയക്കുമരുന്നുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈയിടെ കേജ്രിവാൾ പറഞ്ഞതായ ഒരു കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് പറഞ്ഞതായ വാർത്ത നമ്മൾ കേട്ട് കാണും. ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലേക്കും ഈ ഡ്രഗ്സ് ഒക്കെ എത്തിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് തീരുന്ന കുഞ്ഞുങ്ങൾ അവര് നഷ്ടപ്പെട്ടെന്ന് പറയാം. അവരതിൽ നിന്ന് മടങ്ങി വന്നില്ലെങ്കിൽ അവർക്ക് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു, സമൂഹത്തിന് നഷ്ടപ്പെട്ടു, അവരവർക്ക് തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കൂടാതെ മദ്യപാനവും മറ്റു പല കാര്യങ്ങളും ഇന്ന് അപ്പനാരാ ആരാൻ തിരിച്ചറിയാതെ, മക്കളാരാൻ തിരിച്ചറിയാതെ കൊല്ലുവാനും നശിപ്പിക്കുവാനും ഒരു മടിയില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കും. അതുകൊണ്ട് ഇത് ദുഷ്കാലമാകയാൽ ഞാനും നിങ്ങൾ സമയം തക്കതായിട്ട് ഉപയോഗിക്കണം. ഈ ദുഷ്കാലമാകയാൽ എല്ലായ്പ്പോഴും കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി തീരണം. ദൈവത്തിന്റെ വേലയിൽ ഞാനും നിങ്ങളും വർദ്ധിച്ചു വരുന്നവരായി തീരും. അതുകൊണ്ട് ഇവിടെ തിമോഥെയോസ് വ്യക്തമായിട്ട് പറയുന്നു, അതിന്റെ 20 വാക്യത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളതും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ പാത്രങ്ങൾക്ക് തുല്യമാണ്. ഒന്നുകിൽ മാന്യമായ കാര്യത്തിന് ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ ഹീനമായ കാര്യം. നമുക്കറിയാമല്ലോ, നമ്മുടെ ഹീനമായ കാര്യത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. പഴയ കാലത്തൊക്കെ കോളാമ്പി, അതെന്തിനാ ഉപയോഗിക്കുന്നത്? തുപ്പാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന. നമുക്കറിയാമല്ലോ, ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അതൊന്നും നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നതല്ല. അത് എത്ര നല്ലതെന്ന് തോന്നിയാലും അതൊന്നും
മാനകാര്യത്തിന് ഉപയോഗിക്കത്തില്ല, മാന്യമായുള്ള കാര്യത്തിന്. അതുകൊണ്ട് ഹീനപാത്രങ്ങളും ഉണ്ട്, മാന്യമായിട്ടുള്ള മാന്യപാത്രങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്ന എല്ലാവരും അവരവരെ തന്നെ ശോധന ചെയ്ത് ദൈവത്തിന് എപ്പോഴും പ്രയോജനപ്പെടത്തക്കവണ്ണം ഒരു മാനപാത്രമാണോ ഞാനും നിങ്ങളും എന്ന് പരിശോധിക്കണം. അതുവേണ്ടി എല്ലായ്പ്പോഴും നമ്മളെ തന്നെ ശുദ്ധീകരിച്ച്, ഏതെങ്കിലും സാഹചര്യത്തിൽ ശുദ്ധീകരിക്കുവാനല്ല, കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ശുദ്ധീകരിക്കുവാനല്ല, എന്താണ് യൂത്ത് ഹോസ്റ്റലിലേക്ക് മീറ്റിങ്ങിന് വരുമ്പോൾ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനല്ല, എല്ലായ്പ്പോഴും. കാരണം ദൈവത്തിന് നമ്മെ എവിടെയും എല്ലായ്പ്പോഴും ഉപയോഗിക്കത്തക്കോണം വിശുദ്ധമായ മാന്യപാത്രങ്ങൾ, അതായത് വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം. അതാണ് ഈ മാനപാത്രത്തെ കുറിച്ചുള്ളതായ വിശേഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെത്താൻ വെളിപ്പാക്കുന്നവനായിരിക്കണം, വിശുദ്ധമായിരിക്കണം, തന്നെത്താൻ വെളിപ്പാക്കി വിശുദ്ധരായി നാം എല്ലാവരും തീരണം. ഉടമസ്ഥൻ ആരാണ്? നമ്മുടെ കർത്താവാണ്, ദൈവമാണ് നമ്മുടെ ഉടമസ്ഥൻ. ഉടമസ്ഥന് ദൈവത്തിന് പ്രയോജനപ്പെട്ടില്ലേ പിന്നെ ആർക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടും കാര്യമില്ല, നമ്മുടെ സഹവാസികൾക്ക് മാത്രം പ്രയോജനപ്പെട്ടുകൊണ്ട് കാര്യമായില്ല, ദേശത്തിന് പ്രയോജനപ്പെട്ടുകൊണ്ട് കാര്യമില്ല. ഒന്നാമത് ദൈവത്തിന് പ്രയോജനപ്പെടണം. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വേലയാണ്. നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അതുകൊണ്ട് ഒരു ഭവനത്തിൽ പലതരത്തിലുള്ളതായ പാത്രങ്ങളുണ്ട്. ചിലത് ഹീന കാര്യത്തിന് ഉപയോഗിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇവയെ വിട്ട് അകന്ന ഹീന കാര്യങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടവരായി തീരാതെ അതിനെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. എന്നിട്ട് പറയുന്നത് എന്താണ്? യൗവന മോഹങ്ങളെ വിട്ട് ഓടി. ഈ യൗവന മോഹം എന്ന് പറയുന്നത് യൗവനക്കാർക്ക് മാത്രം വരുന്നതല്ല, 90 വയസ്സായവർക്ക് ഈ യൗവനമോഹം വരാം. ഈ പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കാം. ഈ ജഡത്തെ ജയിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൃപ വേണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, മരണം വരെ ഒരു മനുഷ്യനെ ഇങ്ങനെ പിന്തുടരുവാനായിട്ട് പിശാചിന്റെ ആധിപത്യത്തിൽ അവന്റെ പ്രവർത്തന സ്ഥലമായി തീർന്നിരിക്കുന്നതായി ഈ ലോകത്തിൽ എപ്പോഴും പിശാച് ആരെ വിഴുങ്ങേണ്ടോ, ആരെ തെറ്റിക്കേണ്ടോ എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുകയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നല്ല യൗവന മോഹങ്ങളെ വിട്ട് ഓടണം, പാപത്തെ വിട്ടോടണം. ആലല്യം പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാലും പാപം ചെയ്യരുത്. ശദ്രക്ക്, മേശക്ക്, അഭേദ്നെഗോവ് പറഞ്ഞ എന്താണെന്നറിയാവോ? ഞങ്ങളെ തീയിലിട്ടാലും ദൈവം ഞങ്ങളെ രക്ഷിക്കും, ദൈവം രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ വണങ്ങിയില്ല. അതൊരു പാപമാണ്. ഹല്ലേലൂയ. വിഗ്രഹാരാധന എന്ന് പറയുന്നത് വലിയ പാപമാണ്. അനേകരും ഇന്ന് ക്രിസ്തീയ കോളത്തിലും എല്ലാം വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്താണ് ഈ വിഗ്രഹം എന്ന് പറയുന്നത്? ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാം വിഗ്രഹമാണ്. ഒരു സമ്പത്ത് നേടാൻ വേണ്ടി, നല്ല ഭവനം പണിയാൻ വേണ്ടിയൊക്കെ കുരുട്ടുമാർഗങ്ങളൊക്കെ ഉപയോഗിച്ചാൽ എന്താണ്? അത് വിഗ്രഹ ആരാധനയാണ്. ദൈവത്തെ മറന്നിട്ട് പാപം ചെയ്യാൻ മടിക്കാതെ മനുഷ്യന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തതെല്ലാം എന്താണ്? വലിയ പാപമാണ്, വിഗ്രഹാരാധനയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം വിട്ടോടണം. യൗവന മോഹങ്ങളെ വിട്ട് ഓടി. ഇതാണ് പലപ്പോഴും നമ്മൾ ഗൾഫിലൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്, ഇല്ലയോ? ഭവനമില്ലാത്തവരൊക്കെ നല്ലൊരു വീട് പണിഞ്ഞാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പലപ്പോഴും എങ്ങനെ അത് പണിയാൻ വേണ്ടി, ചിലപ്പോൾ ഒരു വീടുണ്ടായിരിക്കും, അതിനേക്കാൾ നല്ലത് പണിയാൻ വേണ്ടി, മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാടൊക്കെയും വാരിക്കൂട്ടുവാനും ഉണ്ടാക്കുവാനും പ്രൗഢി കാണിക്കുവാനും ശ്രമിക്കുന്ന ഒരു വലിയ ടെൻഡൻസി വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതെന്താണ്? ദൈവത്തിന് വിരോധമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതായ എല്ലാ മോഹങ്ങളെയും വിട്ട് ഓടിയിട്ട്, അങ്ങനെ ഓടി അവിടുന്ന് മാറിയെങ്കിൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. അതുകൊണ്ട് നാം എന്നും ദൈവവചനം കേൾക്കുന്നവരാ. ഈ കേൾക്കുന്ന വചനപ്രകാരം ഓരോ ദിവസവും നമ്മളെ ശുദ്ധീകരിക്കുവാൻ കടപ്പെട്ടവരാണ്. പലപ്പോഴും നമുക്കതിന്റെ വില അറിയത്തില്ല. ഹല്ലേലൂയ. ചില രോഗത്തിൽ കൂടെ ഒക്കെ കടന്നുപോയി മരണാസന്നരായി തീർന്ന അവസ്ഥയിൽ ദൈവം നമുക്കൊരു ആയുസ്സൊക്കെ മടക്കി തരികയാണെന്നുണ്ടെങ്കിൽ, ബോധമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത് വ്യർത്ഥ കാര്യങ്ങൾ ഇടപെടാനുള്ളതല്ല.
അത് പാപം ചെയ്യാനുള്ളതല്ല, അത് യൗവന മോഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല. ദൈവത്തിന്റെ ദാനമായി തന്ന ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വേലയിൽ ഞാൻ ഉത്സാഹമുള്ളവളായിരിക്കണം എന്നുള്ള തീരുമാനം എന്നെ കേൾക്കും ദൈവജനമേ, ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന സകലരും ആ തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലെ മാനപാത്രങ്ങളായി തീരണം, നല്ല വേലയ്ക്കുതകുന്നതായി തീരണം, ഹീനപാത്രങ്ങളായി തീരരുത്. അതിനെ വിട്ടോടിയിട്ട്, യൗവന മോഹങ്ങളെ വിട്ടോടിയിട്ട് നീതിയുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായി തീരണം. മാത്രമല്ല, ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കണം. മറ്റുള്ള എല്ലാ ദൈവമക്കളോടും സമാധാനമുള്ളവരായി തീരണം. നമ്മോട് കൂടെ ദൈവത്തെ ആരാധിക്കുന്നവരോട് നമുക്ക് പിണക്കമോ അസൂയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ദാവീദ് നന്നായിട്ട് അറിഞ്ഞ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ, ഹൃദയത്തിൽ കരുതിയാ മതി, ആരോടും പറയണ്ട, ഇടപാടിലും കാണിക്കണ്ട. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. ഇന്ന് നാം കേട്ടല്ലോ മധ്യസ്ഥ പ്രാർത്ഥന, തോമസ് കുട്ടി പറഞ്ഞു എന്താണ് പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കാരണം എന്തെന്ന് വളരെ വ്യക്തമായിട്ട് എന്താണ് യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ചു. ദാവീദ് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് അതിനോട് ചേർത്ത് ഈ വാക്യം പറഞ്ഞപ്പോൾ അത് ഇന്ന് ഒരു ആലോചനയും നടത്തിപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമായിട്ടുള്ള തടസ്സങ്ങളെ നീക്കിക്കളഞ്ഞ് ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരായി തീരണം. എന്നിട്ട് എന്താണ് പറയുന്നത്? ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം. അതുകൊണ്ട് ഈ തർക്കങ്ങൾ എപ്പോഴും ബുദ്ധികെട്ടതാ. ഏത് വിഷയത്തിന്റെ മേൽ തർക്കിക്കാൻ പോയാലും ബുദ്ധിയില്ലാത്തതാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. പൗലോസ് പറയുന്നു, ഞാൻ തർക്കിക്കാനും വാദിക്കാനും ഇല്ല. മറ്റുള്ളവരോട് തർക്കിക്കുന്നവരായി തീരരുത്. തർക്കിച്ചാരെയും ജയിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. തർക്കങ്ങളിൽ ഇടപെട്ടാൽ എന്ത് പറ്റും? അതുവരെ സ്നേഹിതരായിരുന്നവർ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായി തീരും. കാരണം നമ്മൾ പറയുന്നത് അവര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് നമ്മളെ ജയിച്ചെന്ന് അവർക്ക് തോന്നിയാലും ഈ പറയുന്നവർക്ക് ചിലപ്പോൾ ഒരു വൈരാഗ്യത്തിന് മുഖാന്തരമായി തീരും. അതുകൊണ്ട് മൗഢ്യ തർക്കങ്ങൾ ശണ്ട ജനിപ്പിക്കുന്ന അറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. എന്നിട്ട് പറയുന്നു, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായിട്ട് അത്രേ ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കർത്താവിന്റെ ദാസന്മാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്, ആരോട് ശണ്ടയിടാൻ പോകരുത്. അത് ആര് തന്നെ ആയിരുന്നു, ഏത് മതസ്ഥരാണെങ്കിലും അയലത്തുകാരാണെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരായാലും ആരോട് ശണ്ട ഇടാത്തവരായി തീരണം. എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാവരോടും എന്താണ്? ശാന്തരായി തീരണം. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നതാണ് ഈ ശാന്തതയും താഴ്മയും. കർത്താവ് പറഞ്ഞ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുക ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഈ ശാന്തതയും സൗമ്യതയും പലപ്പോഴും ക്രിസ്ത്യഗോളത്തിൽ കാണാനില്ല. ഹല്ലേലൂയ. ദൈവിക സ്വഭാവമാണ് താഴ്മയെന്ന് പറയുന്നത്, ശാന്തതയെന്ന് പറയുന്നത്, അഹങ്കരിക്കാതിരിക്കുന്നത്. ഒരു ദൈവവൈദ്യൻ അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അതുകൊണ്ട് ശാന്തന്മാരായി തീരണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചനം കേട്ടോണ്ടിരിക്കുവാനല്ല, ഈ വചനപ്രകാരം എവിടെയൊക്കെയാണ് ദൈവവചനം നമ്മളോട് ആലോചന തരുന്നത് വെച്ചാൽ അവിടെ ക്രമീകരണം പ്രാപിക്കണം. കർത്താവേ, എനിക്ക് ശാന്തതയില്ലാത്തവനാണെങ്കിൽ സൗമ്യതയിൽ നോക്കണത്. ഒരു ദൈവവചനത്തിന്റെ ഇടപാടിൽ ഒന്നും സംസാരിച്ചില്ലെങ്കിലും നമ്മളെ കാണുന്നവർ നമ്മളിൽ ഉള്ളതായ ഒരു സൗമ്യതയും താഴ്മയും വിനയവും കണ്ടാൽ അവർക്കൊരു മാറ്റം വരാനിടയായിത്തീരും. ദൈവമക്കൾ മാതൃകയായി തീരണം. ഇടപാടിൽ മറ്റുള്ളവരായിട്ട് ശണ്ട കൂടുന്നവരായിട്ട് തീരരുത്. ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനും ശണ്ട കൂടുന്നവരാണ് അനേകരും. ഭക്തന്മാരെന്ന് പറയുന്നവരും കോപ സ്വഭാവത്തെ ഉപേക്ഷിക്കുവാൻ, അതിനെ ജയിക്കുവാൻ ഞാൻ നിങ്ങളും പഠിക്കണം. ദീർഘക്ഷമയുള്ളവരായി തീരണം. എല്ലാം സഹിക്കുന്നവരായി തീരണം. അതിനുള്ള ദൈവകൃപ ഇന്ന് പകൽക്കാലം നാം പ്രാപിക്കണം. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായിട്ട് അത്രേ ഇരിക്കേണ്ടത്. എന്നിട്ട് എന്താണ് പറയുന്നത്? വിരോധികൾക്ക് ദൈവ സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകും.
അപ്പോൾ ദൈവമക്കൾ പ്രയോജനം ഉള്ളതായ പാത്രങ്ങളായി തീരണം. എങ്ങനെയാണ് പ്രവർത്തിക്കണം എന്നുള്ളതായ ഭാഗമാണ് നമ്മൾ അവിടെ ചിന്തിച്ചത്. രണ്ടാമതായി, പലതരത്തിലുള്ളതായ മനുഷ്യ സ്വഭാവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം ഒരു 4 ടൈപ്പ് ആൾക്കാരെ എങ്കിലും കാണാൻ പറ്റും. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ആരാണെന്നറിയാവോ? മടിയന്മാരും അലസന്മാരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളാത്തവരുമായ നിർഗുണന്മാർ. മനസ്സിലായോ? അനേകരെ നമുക്ക് കാണാം. മടിയന്മാരാലി എല്ലാത്തരം എപ്പോഴും മടിച്ച് കിടന്ന് സമയമെല്ലാം വെറുതെ കിടന്ന് ഉറങ്ങിക്കളയുന്നവരുണ്ട്. അതുകൊണ്ടാണ് ക്രേത്തയിലുള്ളവരെ പറ്റി പൗലോസ് പറയും, നമുക്കറിയാൻ പറ്റും. അത് വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ക്രേത്തയുള്ളവർ ആരാണെന്ന് അറിയാവോ? മടിയന്മാരായ പെരുവയറന്മാരാണ്. അവരെ യാതൊരു നല്ല കാര്യത്തിനും കൊള്ളാത്തവരാണെന്ന് അവരുടെ ഒരു വിദ്വാൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് മടിയന്മാരായി തീരുക. മടിയന്മാരെ ഒരു നല്ല കാര്യത്തിനും കൊള്ളത്തില്ല. മടിയന്മാരെ കർത്താവിന്റെ വേലയ്ക്ക് ദൈവത്തിന് വേണ്ട. ഹല്ലേലൂയ. അലസന്മാരെ വേണ്ട. ദൈവത്തിന് വേണ്ടത് ഉത്സാഹമുള്ളവരാണ്. യാതൊരു നല്ല കാര്യത്തിനും കൊള്ളാത്തവരായി തീരരുത്. ഇന്നിതിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും മടിയനോ മടിച്ചിയോ ആണെന്നുണ്ടെങ്കിൽ അവരവരെ ശോധന ചെയ്താൽ മതി. ഒരു കാര്യത്തിനും ഒരു ഉത്സാഹമില്ല. പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ വല്ലവരും ഉന്തി തള്ളിക്കൊണ്ട് വന്നാൽ പോകും. വേറെ ഒരു പണിയില്ലെങ്കിലും എന്താണ്, കൂട്ടായ്മയ്ക്ക് പോകത്തില്ല, എന്താണ്, പ്രാർത്ഥിക്കത്തില്ല. ഉത്സാഹമില്ലാത്തവർ, മടിയന്മാർ. ഹല്ലേലൂയ. ഇന്ന് മടിയെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരു വലിയ ഒരു തെറ്റാണ്, ശത്രുത്വമാണ്. കർത്താവെ, എന്നിലുള്ള മടിയും അലസതയും മാറ്റണം. ചിലപ്പോഴൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ പലരും മടിയന്മാരും മടിച്ചികളുമായി തീരും. എന്നാൽ അങ്ങനെയല്ല. ദൈവവചനം പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? റിട്ടയർ ഒക്കെ ചെല്ലുമ്പോൾ, വാർദ്ധക്യം ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഉത്സാഹം വേണമെന്നാണ് പറയുന്നത്, ഇല്ലയോ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും. ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരായി തീരണം. നമുക്ക് ഈ ഭൂമിയിൽ എത്ര വർഷം ഉണ്ടെന്നുള്ളത് ദൈവത്തിനെ അറിയത്തുള്ളൂ. നമ്മുടെ ആയുസിൽ നിന്ന് അപ്പം പോലും കൂട്ടുവാൻ കഴിയത്തില്ല. യൗവനക്കാർ വിചാരിക്കരുത് ഞാൻ ഒരു 60 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കും, എന്റെ അപ്പൻ 90 വയസ്സായതുകൊണ്ട് ഞാൻ ആ 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നൊന്നും ആരും കരുതരുത്. നേരെ തിരിച്ചും ചിന്തിക്കരുത്, എന്റെ അപ്പം 50-ാമത്തെ വയസ്സിൽ മരിച്ചോണ്ട് ഞാൻ 50 ആകുമ്പോൾ മരിക്കുന്നൊന്നും ചിന്തിക്കരുത്. ആയുസ് ദൈവത്തിന്റെ ദാനമാണ്. ദൈവവേല ചെയ്യണം. ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനമുള്ളവരായിത്തീരണം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അത് മാത്രമാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവകരങ്ങളിൽ പ്രയോജനമുള്ളവരായിത്തീരണം. മടിയന്മാരും അലസന്മാരുമായിത്തീരും. പിന്നെ രണ്ടാമതൊരു കൂട്ടരുണ്ട്. അവരെന്താണ്? നമുക്കവരെ സാധാരണക്കാരെന്ന് വിചാരിക്കാം. അതായത് ഗുണവും ഇല്ല ദോഷവും ഇല്ല, ആരോടും ഒരു പ്രത്യേകതയില്ല. അവര് ആർക്കും ഒരു ഗുണവുമില്ല, ആർക്കും ഒരു ദോഷവും ചെയ്യത്തില്ല. അവരവരുടെ കാര്യം നോക്കിക്കൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ്, ഇല്ലയോ? അങ്ങനെ അനേകരെ നമുക്ക് കാണാൻ പറ്റിയ. അവരുമായിട്ട് അടുത്താലും എന്താണ്, അവരുടെ കാര്യം മാത്രം, ആർക്കും ഒരു ദോഷം ചെയ്യത്തില്ല. ആ ദോഷം ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, ആർക്കും ഒരു ഗുണവും ചെയ്യത്തില്ല. അങ്ങനെയുള്ള അനേകരെ നമുക്ക് കാണാം. സമൂഹത്തിലെ ഒരു വലിയ പങ്കും അങ്ങനെയാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് ദൈവത്തിനും പ്രയോജനമില്ല, മനുഷ്യർക്കും പ്രയോജനമില്ല. അങ്ങനെ ആയിത്തീരുന്നത്. അവര് മടിയന്മാരും അലസന്മാരൊന്നുമല്ല. സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കും, ജോലിയൊക്കെ ഭംഗിയായി ചെയ്യും, ശമ്പളമൊക്കെ വാങ്ങിക്കും, എല്ലാം ഭംഗിയായി വീട്ടുകാരെയൊക്കെ നോക്കും. പക്ഷേ വേറൊരുത്തനും ഒരു ഗുണവും ഉണ്ടാകുകയില്ല, ഒരു ദോഷവും ചെയ്യത്തില്ല. അങ്ങനെ രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്സാഹികളാണ്. ആരും എല്ലാത്തിനും ഉത്സാഹമുള്ളവർ, ആരും എല്ലാറ്റിനും ഒരുക്കമുള്ളവർ, മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവർ, മാതൃകാ പുരുഷന്മാര് സ്ത്രീകളും. ചില കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഉത്സാഹം കാണിക്കും. ഹല്ലേലൂയ. ആരെയെങ്കിലും ഒക്കെ വിളിക്കും. വാഹനത്തെ ഒറ്റയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, യോ എൻ്റെ സഹോദരൻ കൊണ്ട് യാത്രാ സൗകര്യം ഇല്ല, അവൻ ടാക്സി പിടിച്ച് വരേണ്ടി വരുന്നു, അതുകൊണ്ട് ആ സഹോദരനെ കൂടെ വിളിക്കാം, അല്ലെ സഹോദരിയെ കൂടെ വിളിക്കാം. അത് പറയാതെ തന്നെ ഉത്സാഹം കാണിക്കുന്നവർ. ആരും ദൈവമക്കൾ എപ്പോഴും മിനിമം ഉത്സാഹികളെങ്കിലും ആയി തീരണം. ആരും എല്ലാറ്റിനും ഒരുക്കമുള്ളതാണ്. ഒരു നല്ല വില ചെയ്യാം. നമുക്കറിയാം, ആ വലിയ വെള്ളപ്പൊക്കം കേരളത്തിൽ ഉണ്ടായപ്പോൾ അനേകരെ രക്ഷിച്ച ആരാന്നറിയാവോ? നമ്മൾ മുക്കുവന്മാരെന്ന് വിചാരിക്കുന്ന കടലിന്റെ ഓളങ്ങളുമായിട്ട് മല്ലിടുന്ന ഈ മീൻപിടുത്തക്കാരുടെ വഞ്ചികൾ കേരളം എല്ലാം സഞ്ചരിച്ച് അനേകരെ രക്ഷിച്ചു. ആരും അവരോട് പറഞ്ഞിട്ടല്ല, അവർ ഉത്സാഹികളായിരുന്നു. അതുകൊണ്ട് ഉത്സാഹമുള്ളവരായിത്തീരണം. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേറൊരു നാലാമത്തെ കൂട്ടരെ പറ്റിയാണ്.
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യുത്സാഹികളായി തീരണം. ഉത്സാഹികൾ മാത്രമല്ല, അത്യുത്സാഹികളായി തീരണം. ദൈവവചനത്തിൽ അതിന് വാക്കുണ്ടോ? അതിന് വാക്യമുണ്ടോ? ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവമക്കൾ അത്യുത്സാഹികളായി തീരണം. അസാധാരണമായത് പ്രവർത്തിക്കുന്നവരും നിരന്തരം പ്രവർത്തിക്കുന്നവർ പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കുന്നവരായി തീരണം. അത്യുത്സാഹികൾ, ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ല, പറയാതെ ചെയ്യുന്നവരായി തീരണം. ദൈവ പ്രവൃത്തിയിൽ അത്യുത്സാഹികളായി തീരണം. നമുക്കറിയാം, കേട്ടിട്ടുണ്ട്, നമ്മളൊരു ഹോളിലൊക്കെ നമുക്കറിയാമല്ലോ, ദുബായിലെ പണ്ട് മീറ്റിംഗ് നടക്കുമ്പോൾ ആദ്യം 2-3 സഹോദരന്മാർ വന്നേച്ച് പുൽപ്പ എവിടെ ഇരിക്കുന്നെന്ന് വെച്ചാൽ അവിടെ പോയി എടുത്തുകൊണ്ട് പുൽപ്പായൊക്കെ ഇടും, ഇല്ലയോ? മൈക്കൊക്കെ സെറ്റ് ചെയ്യും. ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ ചുമതലയെന്ന് കരുതിയിട്ട് അവരത് ചെയ്തു. അവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ശരിയല്ലയോ? ഓരോ ശുശ്രൂഷ ചെയ്യുന്നവർ, നമുക്കറിയാം, നമ്മുടെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വേലയിൽ ആര് വ്യാപൃതരായിത്തീരുന്നു, അത്യുത്സാഹികളായി പ്രവർത്തിക്കുന്നു, അവരുടെ തലമുറയൊക്കെ അനുഗ്രഹം പ്രാപിക്കും. അതിന്റെ സാക്ഷികളാണ് ഇന്ന് ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവർ. ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ സംബന്ധിച്ചിട്ടുള്ള അനേകരും അതിന്റെ സാക്ഷികളാ. തോമസ് കുട്ടി ബ്രദർ പറഞ്ഞില്ലയോ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ സാക്ഷികൾ അനേകരുണ്ടെന്ന്. ശരിയാണ്. ഈ കൂട്ടായ്മകളിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ദൈവത്താൽ വിടുതൽ പ്രാപിക്കുകയും ഒക്കെ ചെയ്ത അനേകരുണ്ട്. അത്യുത്സാഹികളായി തീരുന്നവർക്ക് അത്തരത്തിൽ ദൈവം നമ്മോട് അത്യുത്സാഹം കാണിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടുന്ന ആരെയാണെന്നറിയാവോ? പൗലോസിനെ പോലെ, തീത്തോസിനെ പോലെ, തിമോഥെയോസിനെ പോലെ ഒക്കെ അത്യുത്സാഹികളായി തീരണം. ഇവിടെ എടുത്തു പറയുന്ന നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് വലിയ അത്യുത്സാഹിയായിരുന്നു. മാത്രമല്ല, അത്യുത്സാഹികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ അത്യുത്സാഹത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവനായിരുന്നു പൗലോസ്. തിമോഥെയോസ് അതുപോലെ ആയിരുന്നു. പഴയ നിയമത്തിൽ മോശ അത്യുത്സാഹിയായിരുന്നു. അതുകൊണ്ടാണ് താൻ ഫറവോന്റെ മകനായിരുന്നിട്ട് പോലും എന്താണ്, താൻ യഹൂദനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, താൻ ഇസ്രയേലിയനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മോശയെ നമുക്ക് കാണാം. അതുകൊണ്ട് പിൽക്കാലങ്ങളിൽ 80 വർഷത്തിന് ശേഷം ഈ മോശയെ ഇതെടുത്ത് ഉപയോഗിച്ചു. കാരണം അവന്റെ ഉള്ളിലെ അത്യുത്സാഹം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി അത്യുത്സാഹികളായി ഞാനും നിങ്ങളും തീരണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിലും അത്യുത്സാഹം കാണിക്കണം. വിഷയങ്ങൾ, സംഭവങ്ങൾ ലോകത്തിൽ നടക്കുമ്പോൾ എന്നെ അത് ബാധിക്കത്തില്ലെന്ന് പറയരുത്. ഹല്ലേലൂയ. മണിപ്പൂരിന്റെ പ്രദേശത്തായിരിക്കാം, നോർത്ത് ഇന്ത്യയിലായിരിക്കാം, മറ്റു രാജ്യങ്ങളിലായിരിക്കാം, ക്രിസ്തു സഭ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഓരോ ദൈവമക്കൾക്കും പ്രാർത്ഥിക്കാനുള്ള ചുമതലയുണ്ട്. മാത്രമല്ല, ഇടങ്കൈയും വലങ്കൈയും നമ്മൾ തിരിച്ചറിയാതെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തവർ, യേശു ആരെന്നറിയാതെ ഹല്ലേലൂയ ബിംബാരാധനയിലും പാപത്തിലും അശുദ്ധിയിലും ജീവിക്കുന്ന നമ്മെ പോലെ ദൈവസ്വരൂപമുള്ള മനുഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള അത്യുത്സാഹം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. പേഴ്സണൽ പ്രേയറിനെയാണ് ദൈവം നോക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന ഒരു 10, 15, 20 മിനിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മോട് പറയുന്ന വിഷയങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതിനൊക്കെ ഇന്ന് മറുപടി MJ തോമസ് ബ്രദർ ആദ്യം പറഞ്ഞ ലിസ്റ്റ് നിങ്ങൾ കേട്ടുവാണ്. ഒരു 5-8 പേരുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നതോർത്ത് സ്തോത്രം ചെയ്തു. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ട്. എന്നാൽ അവിടം കൊണ്ട് ഒതുക്കരുത്. ഹല്ലേലൂയ. അവരവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ആരും പറയാതെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങോട്ട് പ്രാർത്ഥന ചോദിക്കാതെ പ്രാർത്ഥിക്കുന്നതാണ് അത്യുത്സാഹം. ഒരാളുടെ വേദന അറിഞ്ഞ്, പ്രയാസം അറിഞ്ഞ്, രോഗമറിഞ്ഞ് അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലെന്നറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, പലരും ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ നടത്തുന്നവരുണ്ട്. വെല്ലൂർ ഹോസ്പിറ്റലായാലും മറ്റു പ്രത്യേകിച്ച് ക്യാൻസർ വാർഡിലൊക്കെ പോകുന്നവർക്കറിയാം, ചിലർക്കൊന്നും ആരോരുമില്ലാത്തവരായി കിടക്കുന്നവരുണ്ട്. അവരോടൊരു ആശ്വാസ വാക്ക് പറയാൻ ആരുമില്ല. എന്നാൽ ചുരുക്കം പേര്, വിരലിൽ എണ്ണാവുന്നവർ മാത്രം അങ്ങനെയുള്ളവരെയൊക്കെ പോയി തേടിപ്പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചരിത്രങ്ങൾ നമുക്കറിയാം. അപ്പോൾ അവർക്ക് എന്തോ ഒരു സന്തോഷമെന്നറിയാവോ? ചിലർ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ മുഖാന്തരമായി തീരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് എല്ലാവരോടും സംസാരിക്കുകയാണ്. വെറും ഉത്സാഹികളായി തീർന്നാ പോരാ, സാധാരണക്കാരായി തീർന്നാ പോരാ, നമ്മൾ മടിയന്മാരും അലസന്മാരുമായി തീരരുതെന്ന് മാത്രമല്ല, ഉത്സാഹികൾ മാത്രമായാൽ പോരാ, അത്യുത്സാഹികളായി തീരണം. ഇന്ന് എല്ലാവരും കർത്താവോട് പ്രാർത്ഥിക്കണം. കർത്താവേ,
let there be a paradigm shift. ഹല്ലേലൂയ. എന്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം, എന്റെ കാഴ്ചപ്പാടിനൊരു മാറ്റം വരണം, എന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരണം, എന്നെ ഒരു അത്യുത്സാഹിയാക്കി തീർക്കണം. എത്ര പേര് തീരുമാനിക്കും? അങ്ങനെ തീരുമാനിക്കുന്നവർ മാത്രം കരമുയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത്യുത്സാഹികളായി തീരുക. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. വീണ്ടും ഈ ഭൂമിയിൽ വന്ന് ഇതേ അവസ്ഥയിൽ ജീവിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തോടൊപ്പം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വീണ്ടും വരുന്ന എപ്പോഴാണ്? രൂപാന്തരപ്പെട്ട ശരീരത്തോട് വന്ന് എന്നേക്കും കർത്താവിനൊപ്പം വാഴും. നരകത്തിലേക്കും ശിക്ഷാവിധിയിലേക്കും പോയവർക്കൊന്നും തിരിച്ചു വരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ജഡത്തിലുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് എന്ന് തീരുമെന്ന് ഞാനും നിങ്ങളും അറിയുന്നില്ല. ഇന്ന് നമ്മൾ കേട്ടല്ലോ, ഒരു പ്രിയപ്പെട്ട ദാസി, അച്ചാമ്മ എന്ന് പറഞ്ഞ ദാസി വെല്ലൂര് പോയേച്ച് കുറെ ദിവസങ്ങൾ അവിടെ കിടന്നേച്ച് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന വഴിയിൽ വെച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. വലിയ ആശയോടാ വരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങൾ വലിയ പ്രത്യാശയോടെ, ഈ രോഗമില്ലാത്തവരൊക്കെ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, 10 വർഷം കൂടെ 20 വർഷം കൂടെ ജോലി ചെയ്ത് ഓരോ കാര്യങ്ങൾ നേടാമെന്നൊക്കെ വിചാരിക്കും. എന്നാ കർത്താവ് പറയാണ്, മൂടാ, നിന്റെ പ്രാണനെ ഇന്ന് നിന്നോട് ചോദിച്ചാൽ നീ സ്വരൂപിക്കുന്നതൊക്കെ ആർക്കായിത്തീരും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സമ്പത്തൊന്നുമല്ല കാര്യം. സ്വർഗീയ സമ്പത്ത് പ്രാപിക്കണം. ദിവസം തോറും നാം ദൈവനെ കേൾക്കുന്നവരാണ്. അത് കേട്ടൊരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് എടുത്ത് കളയുകയല്ല വേണ്ടത്. ഇന്ന് ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ, ദൈവനം പറയുന്നു, ഇന്ന് നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ മരീബയിൽ വെച്ച് മസാനാളിൽ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ കഠിനമാക്കരുത്. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഫറവോന്റെ ഹൃദയം മാത്രമേ കഠിനപ്പെട്ടെന്നുള്ളതാ. ഇല്ല, പിശാച് അനേകരുടെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരിക്കുക. അനേക ദൈവമക്കളുടെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരാളുടെ കാര്യം എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നവരെല്ലാം കഠിന ഹൃദയന്മാരാണ്. ദൈവത്തിന് അങ്ങനെയുള്ളവരെ കൊണ്ട് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ഫറവോനെ പോലെ കഠിന ഹൃദയമുള്ള വ്യക്തിയാണെങ്കിൽ കല്ലായിട്ടുള്ള എന്റെ ഹൃദയം മാറ്റി മാംസളമായിട്ടുള്ള ഹൃദയം എനിക്ക് തരുവാൻ ഇന്ന് പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും കഴിയണം. പ്രിയമുള്ളവരെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് അത്യുത്സാഹിയായി തീരണം. ഏലിയാവ് അത്യുത്സാഹിയായിരുന്നു, മോശ അത്യുത്സാഹി. ഏലിയാവ് താൻ നോക്കുമ്പോൾ ദൈവത്തെ അറിയുന്ന ഒരൊറ്റ വ്യക്തി പോലും അവിടെ ഇല്ല തന്റെ ദൃഷ്ടിയിൽ. അതുകൊണ്ടാണ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഏലിയാവിനെ ദൃഷ്ടിക്ക് ദൈവം 7000 പേരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അവരെ ഒന്നും ഏലിയാവിന് അറിയത്തില്ല. താൻ നോക്കുമ്പോൾ ടോപ്പ് ടു ബോട്ടം എല്ലാം വഷളാ. ഹല്ലേലൂയ. ആഹാബും ഇസബേലും തുടങ്ങി സകലരും ഒരുപോലെ വഷളന്മാരായി തീർന്നിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഏലിയാവ് നിന്നു, അത്യുത്സാഹിയായിരുന്നു. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അതേപോലെ ആയിത്തീരണം. നോഹയെ പോലെ ഇന്ന് നമ്മൾ കേട്ടല്ലോ, നോഹയും തന്നെ മക്കളും, ഹല്ലേലൂയ, അവര് മാത്രം പെട്ടകത്തിൽ പ്രവേശിച്ചു. പെട്ടകത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, പെട്ടകത്തിൽ ആഹാരമില്ലാഞ്ഞിട്ടല്ല, പെട്ടകത്തിൽ സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് അവരുടെ വഴി മതിയായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് സ്വീകരിപ്പാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം നഷ്ടപ്പെട്ടു പോയി. നോഹയുടെ ജലപ്രളയത്തിന്റെ കാലം എന്നതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ആയിത്തീരുമെന്ന് ദൈവം പറയുന്നു. ലോകത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിൽ ആയിത്തീരുമെന്ന് പറയുന്നു. എന്നെ കേൾക്കും ദൈവജനമേ, നമ്മുടെ കർത്താവ് ഏതു നിമിഷം വരുന്നുവെന്ന് അറിയായിക്കൊണ്ട് എല്ലായ്പ്പോഴും ഉണർന്നും ജാഗരിച്ചും ഇരിക്കണം. കർത്താവ് വരാൻ താമസിക്കുന്നു പറഞ്ഞൊന്നും കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവിന് വേണ്ടി കാത്തിരുന്ന് ഈ ലോകത്തിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടാൽ അവരെ പറ്റി എന്താണ് ദൈവം പറയുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ പോകേണ്ടി വന്നാൽ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന മുമ്പന്മാരായി തീരാനുള്ള ഭാഗ്യം ലഭിക്കും. അല്ല, ഇവിടെ ശേഷിച്ചിരിക്കുകയാണെങ്കിൽ അവന്റെ വരവെങ്കിൽ ഞാനും നിങ്ങളും എടുക്കപ്പെടും. അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് അത്യുത്സാഹികളായി തീരണം. മോശ അത്യുത്സാഹിയായിരുന്നു, ഏലിയാവ് അത്യുത്സാഹിയായിത്തീരുന്നു, യോശുവ അത്യുത്സാഹിയായിത്തീരുന്നു. യോശുവ തന്റെ മരണത്തോടടുത്തപ്പോ എല്ലാവരെയും വിളിച്ചു നിർത്തി വെച്ച് മുൻപേ പറഞ്ഞ വാക്യം പറഞ്ഞു, നിങ്ങൾ ഏത് വേണമെങ്കിലും തെരഞ്ഞെടുത്തോ,
നിങ്ങൾ ഈ ലോകത്തിന്റെ മീഡിയ തിരഞ്ഞെടുത്തു, എന്താണ് എന്തെല്ലാം വേണേ തിരഞ്ഞെടുക്കാൻ ഈ കാലഘട്ടത്തിലുണ്ട്. നിങ്ങൾ അതിലിങ്ങനെ അങ്ങ് മുഴുകി അങ്ങ് കഴിഞ്ഞു, എല്ലാ പാപത്തിലും ജീവിച്ചു, ആരും അറിയാത്തതുപോലെ ബിംബാരാധികളായി സ്വയത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ പഠിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചു. പക്ഷെ യോശുവ പറഞ്ഞു, എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, നമ്മോടൊപ്പം കൂടെ മുട്ടുമടക്കുന്നവരുടെ ജീവിതത്തിൽ പോരായ്മകൾ കാണും. അവരെ പോലെ ആയിത്തീരുവാനല്ല. ഓ, ഇന്ന ആള് അയാളെക്കാൾ എങ്ങനെയാ കുറച്ചുകൂടെ ദൈവത്തോട് എടുക്കുന്നത്, അയാൾ ഭയങ്കര ഭക്തനല്ലോ. ഇല്ല, ഈ ഭക്തന്മാരെന്ന് പറയുന്ന അനേകരുടെ രഹസ്യ ജീവിതം തകർന്ന് തരിപ്പണമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരെ അല്ല മാതൃകയാക്കേണ്ടത്, അകവും പുറവും വിശുദ്ധന്മാരായി തീരണം. അല്ലെങ്കിൽ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയം ശുദ്ധിയില്ലെങ്കിൽ ദൈവത്തെ ഒരു നാളും കാണുകയില്ല, ദൈവസന്നിധിയിലോട്ടൊക്കെ പോകത്തുമില്ല. മറക്കരുത്, എന്നെ മുറ്റും ശുദ്ധയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കഴിയണം. പിന്നെ എന്താണ്, നമ്മുടെ കർത്താവിനെ പോലെ അത്യുത്സാഹി ആരും ഈ ലോക ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ല. തന്റെ 33.5 കൊല്ലം കൊണ്ട് എല്ലാം നിവർത്തിച്ചു. 3.5 കൊല്ലം മാത്രമായിരുന്നു സർവ്വലോകത്തിന്റെ രക്ഷയുടെ പരശുശ്രൂഷ ചെയ്തത്. കർത്താവിന് ഈ 3.5 കൊല്ലം മാത്രം മതിയായിരുന്നു. പിതാവിനോട് പരാതിപ്പെട്ടില്ല, അയ്യോ 3.5 കൊല്ലം കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ. ഇല്ല, അവൻ വിളിച്ചു പറഞ്ഞു, പിതാവിനുള്ളതൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എന്റേതല്ല, പിതാവിൻ്റെതത്രേ. ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നുണ്ട്, പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിനെ പോലെ, ദൈവപുത്രനെ പോലെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ നിങ്ങൾ ഒരുങ്ങണം. അതുകൊണ്ടാണ് പറയുന്നത്, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഞാൻ നിങ്ങളും പറയണം, ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവർ പറയാമോ, ദൈവമേ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, അത്യുത്സാഹത്തോടെ വരുന്നു, എന്റെ ശിഷ്ടായുസിനെ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അത് എത്ര വർഷമോ എത്ര ദിവസമോ എത്ര നിമിഷമോ ഉണ്ടെന്നുള്ളത് എനിക്കത് വിഷയമല്ല. അത് എത്ര നിമിഷമുണ്ടെങ്കിലും ഞാൻ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നും എനിക്ക് വേണ്ട, വേറെ ഒരു ഇഷ്ടവും വേണ്ട. ഇന്ന് പറയുവാൻ കഴിയുമോ, എന്റെ ഇഷ്ടം വേണ്ട കർത്താവേ. പലത് പ്ലാനുകളാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, എന്തെല്ലാം പ്രാർത്ഥനാ വിഷയമുള്ളത്. ഈ അങ്ങ് പ്രാർത്ഥിച്ചിരിക്കുക, എല്ലാം ഭൗതിക വിഷയങ്ങളാ. മക്കളുടെ വിഷയം, അവർക്ക് ജോലി കിട്ടിയാൽ അതുപോരാ, അതിന്റെ അപ്പുറത്തെ ജോലി വേണം. കല്യാണം കഴിച്ചാൽ പോരാ, മക്കൾ വേണം. മക്കൾ വന്നാൽ പോരാ, അതിന്റെ അപ്പുറത്തേത് വേണം. ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം. എന്നെയും നിങ്ങളെയും കുറിച്ച് പിതാവിന്റെ ഇഷ്ടം എന്തെന്ന് വെച്ചാൽ അത് മാത്രം ചെയ്യണം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ സമ്പന്നനായിരിക്കെ അവൻ ദരിദ്രനായി തീർന്നു. അവന്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കുവാൻ ക്രൂശുവോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഒന്നിലും അനുസരണക്കേട് കാണിച്ചില്ല പ്രിയമുള്ളവരെ. അവൻ കഷ്ടം സഹിച്ചു. കർത്താവിനെ പോലെ കഷ്ടം സഹിച്ചവർ, കർത്താവിനെ പോലെ ദാരിദ്ര്യം അനുഭവിച്ചവർ, കർത്താവിനെ പോലെ വേദന അനുഭവിച്ചവർ, കർത്താവിനെ പോലെ നിന്ദയും ദുഷിയും അനുഭവിച്ചവർ ഈ ലോകത്തിൽ ആരും ജീവിച്ചിട്ടില്ല, ആർക്കും അത് കഴിയുകയുമില്ല. അതുകൊണ്ട് കർത്താവാണ് നമ്മുടെ മാതൃക. എല്ലായ്പ്പോഴും അത്യുത്സാഹിയായിരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 8:17 ആർക്കെങ്കിലും വായിക്കാം? 2 കൊരിന്ത്യൻസ് 8:17. ഏതോസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നും വായിക്കുന്നുണ്ടൊക്കെ ഒന്ന് ഉറപ്പുവരുത്തണ്ടായോ? 2 കൊരിന്ത്യർ 8:17 ആർക്കും വായിക്കാം, സുവർണാവസരം. For Titus not only welcomed our appeal, but he is coming to you with much enthusiasm and on his own initiative. Yes, coming to you with much enthusiasm and his own initiative. ഈ അത്യുത്സാഹം കാണിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഓൺ ഇനിഷ്യേറ്റീവ് ആയിരിക്കണം. ഈ തീത്തോസിനെ പറ്റി പൗലോസിന്റെ സാക്ഷ്യമാണ്. അവൻ എന്റെ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അത്യുത്സാഹിയായിരിക്കയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെടും. ഈ അത്യുത്സാഹികൾ എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു ഉന്തും തള്ളും തന്നിട്ട് പ്രവർത്തിക്കുന്നവരല്ല, സ്വമേധയായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാ. അനേകരും സുവിശേഷ വേലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്ത എന്താണെന്നറിയാവോ? പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് മറ്റൊന്നും കൊണ്ടുമല്ല, കർത്താവ് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയും. വിളിച്ചാൽ ഉടനെ ഇറങ്ങും. എന്റെ കുഞ്ഞെ, നിന്നെ ചിലപ്പോൾ ഒരിക്കലും വിളിക്കുന്നതായിട്ട് നിനക്ക് തോന്നത്തില്ല, കാരണം ഓൾറെഡി നിന്നെ വിളിച്ചിരിക്കുക.
ദൈവം പറയുകയാണ്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടമെന്നാ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ എല്ലാവരെയും വിളിച്ചിരിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. എത്രയോ പേരങ്ങനെ ഇറങ്ങിത്തിരിച്ചു, അവരെല്ലാം ധന്യരായി. ലോക ചരിത്രത്തിൽ അനേക മിഷണറിമാര് അനേക രാജ്യങ്ങളിൽ പോയത് അവര് സ്വമേധയാ അങ്ങ് തീരുമാനിച്ചിറങ്ങിത്തിരിച്ചതാ. അതുകൊണ്ടാണ് അനേക ഇരുട്ട് നിറഞ്ഞ രാജ്യങ്ങൾ ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഈയിടെ നമുക്ക് എല്ലാവരും എല്ലാ ന്യൂസും അറിയാവുന്നവരാണല്ലോ. PG വർഗീസ് ബ്രദറും ഒരു 7 പേരൂടെ കന്യാകുമാരി ടു കാശ്മീർ യാത്ര ചെയ്യുക. 83-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത് ഒരു ഓർത്തഡോക്സ് സഭ യാക്കോബക്കാരനായിരുന്നു. ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ പട്ടാളക്കാരൻ തന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങി. അതുകൊണ്ടെന്ന് പറ്റി ആയിരങ്ങൾ സുവിശേഷം കേൾക്കാൻ ഇറയായി തീർന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെവിയിലൊന്നും ശബ്ദം കേൾക്കത്തില്ല, ചിലരോടൊക്കെ പറഞ്ഞിരിക്കും. എന്നാൽ അതിനുവേണ്ടി കാത്തിരിക്കരുത്. കാരണം ഓൾറെഡി there is a calling. അത്യുത്സാഹിയായിട്ട് മുൻകൈയെടുത്ത് പ്രവർത്തിക്കാനുള്ള വിളി എല്ലാവരുടെ മേലുമുണ്ട്. ഇന്നത് കേൾക്കുന്ന സകലരുടെ മേലും അത്യുത്സാഹികളായി ദൈവവേല ചെയ്യാനുള്ള വിളിയുണ്ട് സ്വർഗത്തിൽ നിന്നുണ്ട്. ഒരു ദൈവ വൈതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേൽ ആ വിളിയുണ്ട്. ഇന്ന് തീരുമാനമെടുക്കുക, കർത്താവേ ഞാൻ അത്യുത്സാഹിയായിത്തീരും. നിങ്ങൾ തീരുമാനിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നെങ്കിൽ ഇന്നത്തെ വചനം കൊണ്ട് പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ ഹല്ലേലൂയ അതിന് ഉത്തരം പറയേണ്ടി വരും. ഹല്ലേലൂയ. ഇവിടെ ഭൂമിയിൽ വെച്ച് കേൾക്കുന്ന വചനത്തിനെല്ലാം നമ്മൾ ഉത്തരം പറയണം. വചനം വായിക്കുമ്പോൾ കേൾക്കുന്നത്, ആരാധന സ്ഥലങ്ങളിൽ കേൾക്കുന്നത്, ഇതിനെല്ലാം എണ്ണി 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 ഉത്തരം പറയണം. നാം പറയുന്ന ഓരോ വാക്കിനും ന്യായവിധി ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ കേൾക്കുന്നതിന് ന്യായവിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് ന്യായവിധിയുണ്ട്, ദുഷ്ടചിന്തകൾക്ക് ന്യായവിധിയുണ്ട്. ഇപ്പൊ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലെങ്ങനെ വിചാരിക്കോ, ഇതെന്തോ വലിയ കാര്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ വിധിയിടുമ്പോഴും അതിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് സകലവും മലർന്നതും നഗ്നവുമായി കാണുന്നവനായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവവേലയ്ക്ക് വേണ്ടി അത്യുത്സാഹികളായി തീരണം. എത്ര നാൾ ദുബായിൽ നിൽക്കുവാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര നാൾ കേരളത്തിൽ വസിക്കുവാൻ പറ്റും നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര നാൾ ഈ ലോകത്തിൽ കാണുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നാൾ സമീപിക്കും തോറും, ഓരോ ദിവസം കഴിയും തോറും ഈ ലോകം ദൈവത്തിന്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുക. ഏത് നിമിഷവും നമ്മുടെ കർത്താവ് വരും. അതുകൊണ്ട് ഞാനും നിങ്ങളും വേലകെ തികയ്ക്കണം പ്രിയമുള്ളവരെ. അത്യുത്സാഹികളായി തീത്തോസിനെ പോലെ അത്യുത്സാഹികളായി തീരണം. മൂന്നാമത്, ഈ കർത്താവിന്റെ വേലയിൽ എല്ലായ്പ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായിരിക്കും. നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണല്ലോ, ഓൾവേസ് ഇൻക്രീസിങ് ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ്. അത് വെച്ച് നമുക്ക് പാട്ടുകൾ വരെ ഉണ്ടല്ലോ. Therefore my beloved brother, be steadfast, immovable, always abounding in the work of the Lord, knowing that in the Lord your labor is not in vain എന്നുള്ള പാട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ കേട്ട് കാണുമല്ലോ. അതെവിടെയാണ് രേഖപ്പെടുത്തിയത്? 1 കൊരിന്ത്യർ 15:58 വാക്യമാണ്. ആരെങ്കിലും എടുക്കാമോ? 1 Corinthians chapter 15 verse 58 വായിച്ചാട്ടെ. റെഡി, 1 2 3. ആരും വായിച്ചില്ലയോ? 1 Corinthians 15:58. ഉറക്കെ വായിരേ. 10 പേർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വായിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നേ ഉള്ളൂ, അങ്ങ് വായിച്ചോ. നിങ്ങൾ വായിച്ചില്ലേ ഞാൻ വായിക്കേണ്ടി വരും. പണ്ടൊരു ടീച്ചർ പറഞ്ഞതിന്റെ തൊട്ട് ഒരു സ്റ്റുഡന്റിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി തെറ്റ് ചെയ്തതിന് യു ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞു. അവൻ അവിടെ തന്നെ നിൽക്കുക അനങ്ങാ പാറ പോലെ. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് ഐ വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞു. വായിച്ചോ, ആരെങ്കിലും എടുത്തോ. Therefore, my dear brothers and sisters, stand firm. Let nothing move you. Always give yourselves fully to the work of the Lord, because you know that your labor in the Lord is not in vain. Yes, because you know that your labor in the Lord is not in vain. ഞാനും നിങ്ങൾ അത്യുത്സാഹികളായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഈ വേലയൊന്നും വ്യർത്ഥമല്ല. ഈ ലോകത്തിൽ നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും 30 വർഷം 50 വർഷമൊക്കെ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നതും ഒക്കെ നല്ലതെന്ന് നമ്മൾ പറയും, ഒരുപാട് സമ്പാദിച്ചത് നല്ലതെന്ന് പറയും. എന്നാൽ ദൈവവചനം പറയുന്നത് അതൊന്നും അല്ല നല്ലതെന്നാണ്. ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ
കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. അതുകൊണ്ട് ഇന്ന് എല്ലാവരോടും ആഹ്വാനമാണ്, ഈ വചനം ഏറ്റെടുത്തോണം. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. കിടക്കയിൽ കിടന്നുകൊണ്ടാണെങ്കിലും ദൈവത്തിന്റെ വേല ചെയ്യാൻ പറ്റും. ബെഡ് റിഡൻ ആയിട്ടുള്ളവർക്കും പറ്റും. അല്ലെ, അവര് നിരാശയുടെ വാക്കുകൾ പറയുവാനല്ല, ഈ വേദനയൊക്കെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു, എന്നാൽ നീ ദൈവത്തെ അറിയുക എന്ന് മറ്റുള്ളവർ പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതുകൊണ്ട് ഉത്സാഹികളായി തീരണം. തീത്തോസിനെ പോലെ അത്യുത്സാഹികളായി തീരണം. എന്റെയും നിങ്ങളുടെയും പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. മനുഷ്യർ നോക്കുമ്പോൾ അത് വ്യർത്ഥമായിരിക്കാം, എന്നാൽ നമ്മുടെ കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എല്ലായ്പ്പോഴും വർദ്ധിച്ചോണ്ട് ഇന്നൊരു തീരുമാനമെടുത്ത് കടന്നു പോകണം. കേട്ടേച്ച് കടന്നു പോകാനല്ല, തീരുമാനമെടുത്തിട്ട് കടന്നു പോകണം. യുവർ ഡിസിഷൻ വിൽ മേക്ക് ദ ഡിഫറൻസ്. ഇഫ് യു ടേക്ക് ദ ഡിസിഷൻ ടുഡേ യു വിൽ ബി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങേക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവിടുത്തെ വേലയിൽ ദിനംതോറും വർദ്ധിച്ചു വരിക ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ എനിക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ എനിക്ക് കർത്താവിനോട് അടുക്കണം. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. മറ്റുള്ളവരെ അതിനുവേണ്ടി നിർബന്ധിക്കുവാനുള്ള കൃപ എനിക്ക് തരണം. അങ്ങനെ തീരുമാനിക്കുവോ, ഇതിനെ നന്മയെ കാണും. ഇന്ന് സംബന്ധിക്കുന്ന വ്യർത്ഥമായി തീരത്തില്ല. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, കെട്ടുകൾ അഴിയും, ബന്ധനങ്ങൾ അഴിയും, രോഗം മാറും, ക്ഷീണം മാറും, അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടക്കുവാൻ ദൈവത്തിന്റെ വചനം മാത്രമാണ് മുഖാന്തരം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ കുടുംബം രക്ഷ പ്രാപിക്കും. യേശുവിന് സകലവും കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നാലാമത്, വർദ്ധിച്ച വിശ്വാസത്തിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയ്യേണ്ടത് മുഴുവനും ചെയ്ത ശേഷം അതിൽ പുകഴാതെ അത് ഞങ്ങളുടെ ഒരു കടമ മാത്രമായിരുന്നു എന്ന് പറയുന്നതാണ് വർദ്ധിച്ച വിശ്വാസത്തിന്റെ അടയാളം. ഉദാഹരണത്തിന് ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവ് പറഞ്ഞ്, കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ പാറയോട് പറഞ്ഞാൽ നീങ്ങിപ്പോകും, മരത്തോട് പറഞ്ഞാൽ നീങ്ങിപ്പോകും. എന്നാൽ എന്താണ്? ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഒരു ദാസന്റെ അനുഭവം കർത്താവ് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വയലിൽ ജോലി ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവന് വയലിലെ വേലയെല്ലാം ചെയ്ത് വരുമ്പോൾ ദാസനോട് വന്നിരുന്ന് കഴിച്ചാൽ വന്ന് യജമാനൻ പറയുമോ? ഇല്ല. യജമാനൻ പറയും, നീ എനിക്ക് ആദ്യം വിളമ്പി തരുക എന്ന്, അരകെട്ടി വിളമ്പി തരിക, അത് കഴിഞ്ഞിട്ട് നീ കഴിച്ചോളാൻ പറയും. എന്നിട്ട് എന്ത് പറയണം? ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ഇതെന്റെ ഡ്യൂട്ടിയാണെന്ന് പറയണം. എന്നിട്ട് പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ പോയി രോഗികളെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ നടക്കുകയും ദൈവത്തിന്റെ വേല ചെയ്യുകയും അത്യുത്സാഹം കാണിക്കുകയും ചെയ്തിട്ട് പറയണം, കർത്താവേ, ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. എനിക്കൊന്നും പ്രശംസിപ്പാനില്ല. എനിക്ക് ആരോഗ്യം തന്നത് കൊണ്ടാണ്, എനിക്ക് ബുദ്ധി തന്നത് കൊണ്ടാണ്, എനിക്ക് സാഹചര്യം തന്നുകൊണ്ടാണ് അവിടുത്തെ വേല ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്വയം പ്രശംസിപ്പാനല്ല. കൊള്ളരുതാത്ത ദാസനാണ് കർത്താവേ, എനിക്കൊരു യോഗ്യതയുമില്ല, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തുള്ളെന്ന് പറയുന്നതാണ് വിശ്വാസത്തിന്റെ വലിയ അളവ്. നമുക്കത് ലൂക്കോസിന്റെ സുവിശേഷം 17:10 വായിക്കാൻ പറ്റും. If somebody can read, you can read very quickly. Luke chapter 17 verse 10. So likewise, you, when you have done all these things which you are commanded, say, we are unprofitable servants. We have done what was our duty to do. ഞങ്ങളുടെ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും ചെയ്ത ശേഷം, ഒരു ദൈവ പൈതൽ ദൈവം കൽപ്പിക്കുന്നത് മുഴുവനും ചെയ്യണം. മുഴുവനും ചെയ്ത് ചെയ്യോ കർത്താവേ, ഞാൻ ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, മുഴുവനും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. അതാണ് വിശ്വാസത്തിന്റെ വലിയ അടയാളം. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത് അതാണ്. അവർ കർത്താവ് ജീവൻ വെച്ചതുപോലെ അവരും തങ്ങളുടെ ജീവനെ കർത്താവിന് വേണ്ടി വെച്ചു. എന്നാൽ അവരുടെ മനോഭാവം മുഴുവൻ എന്തായിരുന്നു? ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. പൗലോസും ബർന്നബാസും അവർ വലിയ ശുശ്രൂഷ ചെയ്തപ്പോൾ അവരെ വലിയ ദേവന്മാരെന്ന് പറഞ്ഞുകൊണ്ടും അവർക്ക് വലിയ പ്രസന്റൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, ഞങ്ങളൊന്നുമല്ല, ഞങ്ങളുടെ കർത്താവാണ് വലിയവൻ. ഹല്ലേലൂയ. അവരത് ചെയ്യുവാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് മനുഷ്യരുടെ മാനം നോക്കി ഒന്നും ചെയ്യരുത്. ഇടവകയിലോ സഭയിലോ ഒക്കെ നല്ല സ്ഥാനം കിട്ടുമെന്ന് കരുതി നീ ഓരോ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, നിന്റെ പേര് വലുതാക്കാൻ നിൽക്കുകയാണെങ്കിൽ
ഒന്നും അതുകൊണ്ട് നേടുന്നില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഞങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നതാണ് വിശ്വാസത്തിന്റെ അടയാളം. അത്യുത്സാഹികളായിരിക്കുന്നവർക്ക് അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ വേഗത്തിൽ പോവുകയാണ്. അഞ്ചാമതായി, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് ചിന്തിക്കുന്നവരായി തീരണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 Corinthians 9:16-18. ആരെങ്കിലും എടുത്തോ? പെട്ടെന്ന് പേജ് മറിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എടുത്തെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ വായിക്കാൻ പോകുന്നു, സമയമില്ലാത്തതുകൊണ്ട്. For when I preach the gospel, I cannot boast, since I am compelled to preach. Woe to me if I do not preach the gospel. If I preach voluntarily, I have a reward. If not voluntarily, I am simply discharging the trust committed to me. What then is my reward? Just this, that in preaching the gospel, I may offer it free of charge, and so not make full use of my rights as a preacher of the gospel. നോക്കണം, പൗലോസിന്റെ കാഴ്ചപ്പാട് എത്രയോ വലുതാണ്. ഇന്ന് വിശ്വാസഗോളത്തിലെ വലിയൊരു മാതൃകയാണ് പൗലോസിന്റെ സുവിശേഷ വേല. യാതൊന്നും പ്രതിഫലം ഇച്ഛിക്കാതെ പൗലോസ് ദൈവത്തിന്റെ വേല ചെയ്തു. പൗലോസിന് സ്വർഗത്തിൽ പ്രതിഫലം മതി. അതുകൊണ്ട് ഭൂമിയിൽ അവന് സ്വയമായിട്ട് അധ്വാനിച്ചിട്ട് ദൈവത്തിന്റെ വേല ചെയ്തു. അത് ഏറ്റവും വലിയൊരു മാതൃകയാ. ഇന്ന് പല കാര്യങ്ങളെ പറ്റി, ലോകത്ത് നടക്കുന്നതിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതിന് നമുക്ക് സമയമില്ല. എന്നാൽ ഓർത്തുകൾ, നമ്മൾ ഈ പൗലോസിനെ പോലെ ആയിത്തീരണം. ആരെ വേണം നമ്മൾ മാതൃകയാക്കാൻ? ഈ പൗലോസിനെ പോലെ അത്യുത്സാഹികൾ. ഒന്നും പകരം ഇച്ഛിച്ചുകൊണ്ടല്ല, ഒരു നേട്ടത്തിനും വേണ്ടിയല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, അതിനുവേണ്ടി ആയിത്തീരണം. എന്നിട്ട് പൗലോസ് നന്നായിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, സുവിശേഷം അറിയിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പ്രശംസിപ്പാനില്ല. കാരണം എനിക്ക് എന്റെ മേൽ നിർബന്ധമാണ്. എന്നെ രക്ഷിച്ച യേശുവിനെ പറ്റി പറയാൻ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെ ശിഷ്യരാക്കി കൊള്ളുവീൻ എന്നുള്ള ഗ്രേറ്റ് കമ്മീഷനാണ് എന്റെ മേൽ കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എന്നും സുവിശേഷം പറയുവാൻ ഞാൻ കടപ്പെട്ടവനാണ്, കടപ്പെട്ടവളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എന്നിട്ട് ഞാനിത് അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇത് കേൾക്കുന്ന എല്ലാവരും ഈ വചനമൊക്കെ 1000 വട്ടം കേട്ടതാണെങ്കിലും അതിന്റെ സാങ്കത്യം മനസ്സിലാക്കണം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അത് അയ്യോ കഷ്ടമാണ്. നമ്മൾ ഈ ലോകത്തിനു വേണ്ടി ലോകക്കാരെ പോലെ ജീവിച്ചത് കൊണ്ട് കാര്യമായില്ല. അനേകര് നശിച്ചു പോകാതെ പ്രാണനെ നേടുന്നവരായി, ആത്മാക്കളെ നേടുന്നവരായി തീരണം. ഓരോ ദിവസവും ഓരോരുത്തരെയെങ്കിലും കരം പിടിച്ച് ദൈവസ്ഥലിൽ എത്തിക്കുവാൻ നോക്കണം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കഴിയണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അയ്യോ കഷ്ടം. നിന്നെ രക്ഷിച്ച രക്ഷകനെ പറ്റി നശിച്ചു പോകുന്നവരോട് പറഞ്ഞില്ലെങ്കിൽ അവരുടെ ആത്മാവിനെ കുറിച്ച് നിന്നോട് ചോദിക്കുമെന്ന് ഹല്ലേലൂയ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. ആറാമതായി, ഓട്ടം നടന്നു തീർക്കുന്നവരാകെ തീരരുത്, ഓടി തീർക്കണം. വീണാൽ വീണിടത്ത് കിടന്ന് ഉരുളുന്നവർ ആകരുത്. എഴുന്നേറ്റ് വീണ്ടും ഓടി ഓട്ടം തികയ്ക്കണം. നമുക്കറിയാവുന്ന വാക്യഭാഗമാണ് 2 തിമോത്തിയോസ് 4:7 മുതൽ 7-8 വാക്യങ്ങൾ. 2 Timothy chapter 4 verses 7 and 8. ആരെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ഞാൻ വായിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. അതുകൊണ്ട് ഓട്ടം തികയ്ക്കണം. നമ്മളെല്ലാം ഓട്ടത്തിൽ ഇറങ്ങിയതാ. പക്ഷെ എന്താണ്, ചിലക്ക് കുറച്ചോടിയങ്ങ് വീഴും. പിന്നെ ചെയ്യുന്നതെന്നറിയാം, വീണിടത്ത് കിടന്നങ്ങ് ഉരുളും. ആത്മീയ ജീവിതത്തിൽ വീഴ്ച പറ്റിയവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയെങ്കിലേ ഓട്ടം തേക്കാൻ പറ്റത്തുള്ളൂ. അനേകരുടെ ജീവിതത്തിൽ ഭൗതികമായി, ശാരീരികമായി പലതരത്തിലും വീഴ്ച പറ്റിയവരാണ്. ഹല്ലേലൂയ. ഇടയ്ക്ക് അവർ വീണുപോയി, അവരുടെ ഓട്ടം ശരിയായില്ല. എന്നാൽ വീണിടത്ത് കിടന്നങ്ങ് ഉരുണ്ടിട്ട് നീതീകരിക്കാൻ നോക്കരുത്. പാപം ഏറ്റുപറഞ്ഞ ദാവീദിനെ പോലെ അവന്റെ പാപം ലോകത്തിന് മുഴുവനും വെളിപ്പെട്ടു. എപ്പം ആര് ദാവീദിനെ പറ്റി പറഞ്ഞാലും ആദ്യം പറയാൻ മനുഷ്യന്റെ പ്രവണത ദാവീദിന്റെ ഒരു നല്ല ഗുണവുമല്ല, പിന്നെ ദാവീദ് ചെയ്ത തെറ്റാണ് എല്ലാരും പ്രസംഗിച്ചാൽ. കാരണം പക്ഷെ ദാവീദ് അത് മനസ്സിലാക്കി, അവൻ രക്ഷപ്പെട്ടു. അതുപോലെ നമ്മളും രക്ഷപ്പെട്ടോണം. എന്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും ആ വീണിടത്ത് കിടന്ന് ഉരുളാതെ ഓട്ടം തികയ്ക്കണം, നല്ല പോര് പൊരുതണം. ഹല്ലേലൂയ, ഗുഡ് ഫൈറ്റ്. ഹല്ലേലൂയ. അതുകൂടാതെ നല്ല യുദ്ധമാണ്, ശക്തിയോടെ യുദ്ധം ചെയ്യണം. അത്യുത്സാഹത്തോടെ ഇരിക്കുന്നവർക്ക് നല്ല പോർ പൊരുതുവാൻ പറ്റുകയുള്ളൂ, അവർക്കേ ഓട്ടം തികയ്ക്കാൻ പറ്റത്തുള്ളൂ.
വിശ്വാസം കാക്കണം. വിശ്വാസ ജീവിതത്തിൽ വീണുപോകരുത്. ദൈവവചനത്തെക്കുറിച്ചുള്ള ആധികാരികമായുള്ള അറിവുണ്ടായിരിക്കണം. അല്ലാത്തവരെല്ലാം പട്ടുപോകും. അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. 90-ാമത്തെ വയസ്സിൽ വിളിച്ചു പറയും, അയ്യോ ഇത്രയും നാളും നീ നിന്ന സഭ ശരിയല്ല, ഇങ്ങോട്ട് പോര്. അപ്പോഴത്തേക്കും അയ്യോ അതാ ശരിയെന്ന് വിചാരിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരിടത്ത് എന്നാലും പൂർണ്ണതയില്ല. യേശുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ പൂർണ്ണത. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതല്ല ഒരു ദൈവവൈദ്യന് വേണ്ടത്. വിശ്വാസം കാക്കണം. പൗലോസ് അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്നത് കേൾക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയണം, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്ന ഞാൻ അറിയുന്നു. അവനെപ്പറ്റി നല്ലവണ്ണം അറിയണം. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്രിസ്തുവിന്റെ എല്ലാ സ്വഭാവങ്ങളും. അറിയുന്നവരായി തീരണം. അങ്ങനെയുള്ളവർക്ക് ഓട്ടമോടി തേക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ നിർത്തുവാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്യുത്സാഹിയായി തീരുന്നു, മറക്കരുത്. ഇപ്പോഴും നമ്മുടെ കർത്താവ് സ്വർഗത്തിലും അത്യുത്സാഹിയായിട്ടിരിക്കുക. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് അത്യുത്സാഹത്തോടെ ഇപ്പോഴും കർത്താവായിരിക്കുക, മറക്കരുത്. നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളും അത്യുത്സാഹികളായി തീരണം. യോഹന്നാന്റെ സുവിശേഷം 5:17, ജോൺ ചാപ്റ്റർ 5:17 ഇങ്ങനെ വായിക്കുന്നു, യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു ഉത്തരം പറഞ്ഞു. കർത്താവിന്റെ വേലയൊക്കെ തടസ്സപ്പെടുത്താൻ അനേകർ ശ്രമിച്ചു. ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ശ്രമിച്ചു. കർത്താവിനറിയാം എന്താ ചെയ്യേണ്ടത്, ശബത്തിൽ എന്താ ചെയ്യേണ്ടത്, ചെയ്യാതിരിക്കേണ്ടത് എല്ലാം കർത്താവിനറിയാം. അതുകൊണ്ട് ശബത്തായോണ്ട് അവർ കിടന്നുറങ്ങും. പലരും ഞായറാഴ്ചയാകുമ്പോൾ ഒന്ന് ഉറങ്ങി തീർക്കാൻ ശ്രമിക്കുന്നവരാ. അവർക്ക് കൂട്ടായ്മയിൽ വരാനുള്ള മനസ്സില്ല. എന്നാൽ കർത്താവ് അങ്ങനെയല്ലായിരുന്നു. ഞായറാഴ്ച ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നന്മ ചെയ്യണം. കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് പോയി കിളക്കുകയും മാന്തുകയും ഒന്നും ചെയ്യാനായിട്ട് പോയില്ല. അങ്ങനെയുള്ള അധ്വാനം കർത്താവ് ചെയ്തില്ല. കർത്താവ് ശബത്തിനെ യഥാർത്ഥമായി പാലിക്കുന്നവരായിരുന്നു. കർത്താവ് ശബത്തിന്റെ കർത്താവായിരുന്നു. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അതാണ് നമ്മുടെ മാതൃക. പിതാവിന്റെ മാതൃകയാ നമ്മുടെ മാതൃക. അതിൽ വീണ്ടും നാം വായിക്കുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി കർത്താവിനെ സേവിപ്പീൻ. റോമാലേഖനം 12:11 വായിക്കുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. അതുകൊണ്ട് അത്യുത്സാഹികൾക്ക് ഉത്സാഹത്തിൽ മടുപ്പ് വരാൻ ഒരിക്കലും പാടില്ല. അയ്യോ ഇത്രയും നാൾ ഞാൻ ഓടി നടന്നിട്ടുണ്ട്, എന്തോ കിട്ടി. അതുപോലെ ചിലപ്പോൾ ഭാര്യ ചോദിക്കും, ഭർത്താവ് ചോദിക്കും, നീ ദൈവത്തിന്റെ വേല ചെയ്തിട്ട് നിനക്ക് എന്തോ കിട്ടി, നീ എന്തോ സമ്പാദിച്ചെന്നൊക്കെ ചോദിക്കുന്ന ഭവനങ്ങളുണ്ട്. എന്നാൽ ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത്, നീ ഉത്സാഹത്തിൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി, എപ്പോഴും ആത്മാവിൽ എരിവുള്ളവരായി തീരണം ദൈവമക്കൾ. സുവിശേഷം അറിയിക്കാനുള്ള വലിയ എരിവുണ്ടായിരിക്കണം. ആത്മാവിൽ എരിവുള്ളവരായി നിന്റെ വയറിനെ സേവിക്കാനല്ല പറയുന്നത്, കർത്താവിനെ സേവിക്കാനാ പറയുന്നത്. നോട്ട് ലാഗിങ് ഇൻ ഡെലിജൻസ്, ഫെർവന്റ് ഇൻ സ്പിരിറ്റ്, സെർവിങ് ദ ലോർഡ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരായി തീരണം. 9-ാമതായി എല്ലായ്പ്പോഴും നിരന്തരമായി പ്രവർത്തന നിരതരായി തീരണം. ഹല്ലേലൂയ. സ്വർഗത്തിൽ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, മറക്കരുത്. പിതാവായ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കോടാകോടി ദൂതന്മാർ, ദേ ആർ ഓൾവേസ് അറ്റ് വർക്ക്, മറക്കരുത്. സ്വർഗത്തിൽ കോടാകോടി ദൂതന്മാർ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അത്യുത്സാഹത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിലെ സകല സൈന്യവും സകല ദൂതന്മാരും ജീവികളും നിരന്തരം പ്രവർത്തിച്ചും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു മൗനത ഉണ്ടായതിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 8:1 വായിക്കുന്നു, അവന് എന്താണ്, റെവലേഷൻ ചാപ്റ്റർ 8:1, അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്തുണ്ടായി? സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായെന്ന് പറയുന്നു. യേശു ക്രിസ്തു ഒരു പ്രവൃത്തി ചെയ്യുക, 7-ാമത്തെ മുദ്ര പൊട്ടിക്കുക. മറ്റേ 6ഉം പൊട്ടിച്ചപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. 7-ാമത്തെ മുദ്ര എന്ന് പറയുന്നത് അവസാനത്തേതാണ്. സകലവും എന്താണ്, നിവർത്തിക്കപ്പെടുന്നതായ മുദ്രയാണ്. പിന്നെ മുദ്രകളൊന്നുമില്ല, എല്ലാം സമ്പൂർണമായി തീരുന്നതാണ്. അപ്പോൾ ആ വരാനിരിക്കുന്ന സംഭവങ്ങളുടെ അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയുണ്ടായി. അതിന്റെ അർത്ഥം എന്താണ്? അതിനു മുൻപ് മുഴുവനും സ്വർഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതിനുശേഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും സ്വർഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ദൂതന്മാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ മൗനത വന്നത് പ്രത്യേക സാഹചര്യത്തിൽ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ 5-10 മിനിറ്റോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മൗനത വരുന്ന സംഭവങ്ങൾ വന്നെന്നിരിക്കാം. അതുകൊണ്ട് ഭയചകിതരായി തീരരുത്. അതിന്റെ മേലൊരു വിടുതലുള്ളത് കൊണ്ട് വീണ്ടും പ്രവർത്തിക്കണം.
ദൈവപുത്രൻ 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സർവരും അരമണിക്കൂർ മാത്രം നിശബ്ദരായി ആ വലിയ സംഭവത്തിന് ദൃക്സാക്ഷികളായി തീർന്നു. അതുകൊണ്ട് നിത്യമായ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? രാത്രിയില്ലാത്ത എപ്പോഴും പകലായിരിക്കുന്നതായ ദൈവസന്നിധിയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അത്യുത്സാഹികളായി തീരണം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പ്രവൃത്തികൾ ഒന്നുമില്ലാത്ത, ഉത്സാഹമൊന്നുമില്ലാത്ത ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നരകം മാത്രമാണ്. പാതാളത്തിൽ പ്രവൃത്തികൾ ഒന്നുമില്ലെന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഓർത്തോണം, ഈ പാതാളത്തിൽ പോകാനുള്ളവരാണ്, അതിനൊരുങ്ങിയിരിക്കുന്നവരാണ് ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കുന്നത്. ആർക്കും ഒരു ഗുണമില്ലാത്തവരായി, ഒരു ഉത്സാഹമില്ലാത്തവരായി ഇരിക്കുന്ന ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാനുള്ളവരാ. അല്ലാത്തവരെല്ലാം അത്യുത്സാഹികളായി തീരണം. ഇന്ന് ദൈവവചനത്തിൽ കൂടെ കർത്താവ് നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ്. അത്യുത്സാഹിയായി തീരുക, കർത്താവിനെ പോലെ അത്യുത്സാഹിയായി തീരുക, തീത്തോസിനെ പോലെ അത്യുത്സാഹിയായി തീരുക. സോ ടേക്ക് യുവർ ഡിസിഷൻ ടുഡേ ആഫ്റ്റർ ഹിയറിംഗ് ദീസ് വേർഡ്സ്. ഞാൻ അത്യുത്സാഹിയായി തീരുവാൻ തീരുമാനിക്കുന്നു പറയാം. ഒറ്റ വാക്ക്, കർത്താവേ ഞാൻ അത്യുത്സാഹിയായി തീരുവാൻ, അവിടുത്തെ വേലയിൽ അത്യുത്സാഹിയായി തീരുവാൻ ഇന്ന് ഞാനൊരു തീരുമാനമെടുക്കുന്ന ആരൊക്കെ പറയും? അങ്ങനെ തീരുമാനം മനഃപൂർവ്വം എടുക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കരങ്ങളെ കണ്ടു. ഇനിയുള്ള നാളുകൾ അത്യുത്സാഹികളായിട്ട് വേലയെ തേക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. May the Lord bless each one of you. Thank you very much. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൂത് നമുക്ക് പ്രിയ കോശി ബ്രദർ പകർന്നു തന്നല്ലോ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രയോജനമുള്ളവരായി, ഉത്സാഹികളായി, അതിനപ്പുറമായി അത്യുത്സാഹികളായി ജീവിക്കണമെന്നുള്ളത്. അവസാനം നമ്മളെ ഓർമ്മിപ്പിച്ചത് ഇതൊന്നും ചെയ്യാത്തവർക്കൊരു സ്ഥലമുണ്ട്, നരകം. ആയതിനാൽ നമ്മളെ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നതായ ആ സ്ഥലത്തേട്ട് പോകേണ്ടവരാണ്. അതിനാൽ നമ്മൾ ഉത്സാഹമുള്ളവരായ, അത്യുത്സാഹികളായി നമുക്ക് ദൈവം തരുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് പ്രയോജനമുള്ളവരായി ജീവിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളെ സമർപ്പണത്തോടുകൂടി ആയിരുന്നല്ലോ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിച്ചത്. പ്രിയ കോശി ബ്രദറിനെ തുടർന്നും ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അനേക സ്ഥലങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് കൂടുതൽ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് നമുക്ക് തുറന്ന് പ്രാർത്ഥിക്കാം. 1-2 കാര്യങ്ങളുള്ള പറഞ്ഞോട്ടെ. നമ്മുടെ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, അവിടെ ഈ മാസം 24, 25, 26 തീയതികളിൽ, തിങ്കൾ, ചൊവ്വ, ബുധൻ തീയതികളിൽ അവരുടെ കൺവെൻഷൻ നടക്കുകയാണ്. ഇവാഞ്ചലിസ്റ്റ് ബാബു പുല്ലാട്, കൺവെൻഷൻ പ്രാസംഗികൻ ബാബു പുല്ലാടാണ് കൺവെൻഷൻ സ്പീക്കറായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ നമ്മുടെ കൺവെൻഷനൊക്കെയും കടന്നു വരുന്നു. അവിടുത്തെ ബഹുമാനപ്പെട്ട എൽദോ അച്ഛനെ നമ്മുടെ കൺവെൻഷന് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ റമദാൻ്റെ സമയങ്ങളാണല്ലോ, സമയമുള്ളപ്പോൾ 7:30 to 10 ട്രിനിറ്റി ചർച്ചിൻ്റെ സെൻറ്റ് പോൾസ് ഹോൾ E1 and E2. ഞാൻ ഇതിൻ്റെ എല്ലാവർക്കും അവിടെ സീറ്റിലിട്ടിട്ടുണ്ട്. നിവൃത്തിയുള്ളിടത്തോറും ആളുകൾ ഇതിൽ പോയി സംബന്ധിക്കാനായിട്ട് ശ്രമിക്കണം. 1-2 ദിവസമെങ്കിലും പോകണം. അച്ഛനെ പ്രത്യേകം വിളിച്ചിരുന്നു. നമ്മുടെ വത്സൻ്റെ മകനാണ് അവിടുത്തെ ഇതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത്. ആ മോനും പ്രത്യേകം എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതിൽ എവിൻ മാത്യു ഈ പ്രയറിൽ ഇത് പറയണം, ആളുകൾ കടന്നു വരുവാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കണമെന്നുള്ളത്. സോ മാർച്ച് 24, 25, 26 തീയതികളിൽ 7:30 to 10 PM സെൻറ്റ് പോൾസ് ഹോൾ. ഇവാഞ്ചലിസ്റ്റ് ബാബു പുല്ലാട് പ്രാസംഗികനാണ്. അടുത്ത ആഴ്ച നമുക്ക് ബേക്കുട്ടി ആയിരിക്കും വചന ശുശ്രൂഷ ചെയ്യുന്നത്. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് മിഷൻസ് ഇന്ത്യയെക്കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് വീഡിയോ ക്രമീകരിച്ചിട്ടുണ്ട്. മിഷൻസ് ഇന്ത്യയുടെ ആരംഭം, ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു 15-20 മിനിറ്റ്സ്. അതിനുശേഷം ബേക്കുട്ടി വചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. എല്ലാവരും കടന്നു വരണം, മറ്റുള്ളവരെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. മിഷൻസ് ഇന്ത്യ ചെയ്യുന്ന ശുശ്രൂഷകൾ അതൊക്കെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രിയ തമ്പി ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നത്.
ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദി കർത്താവായ ദൈവമേ, പൊന്നുപിതാവേ, ഒരു പ്രാവശ്യം കൊണ്ട് അടിങ്ങൾ ലിസ്റ്റിലേക്ക് കടന്നു വിട്ടായി നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവെ, അടിങ്ങൾ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ കർത്താവ് അനുഭവിക്കാൻ സാധിച്ച വൻകുറുബകൾക്കായ സ്തോത്രം. കേൾപ്പിച്ച വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ആ വചനമൊക്കെയും കർത്താവ് അടിങ്ങളെ ഹൃദയത്തിൽ ക്രിയ ചെയ്യേണ്ടി എന്ന് കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കോശിപ്പരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, അനേക സ്ഥലത്ത് കർത്താവയുടെ വേല ചെയ്യുന്ന ദാസന് കർത്താവെ ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തണമേ കർത്താവെ. അനേക ആളുകളെ കർത്താവ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തോന്നുന്ന പ്രിയപ്പെട്ടവനെ അതിനുവേണ്ടി ഉപയോഗിക്കണമേ കർത്താവായതേമേ. ഹല്ലേലൂയ. നന്ദിയോർത്ത് അടിങ്ങളെ ഈ പ്രാർത്ഥന കൂട്ടത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. ഫ്രൈഡേ ഫാസ്റ്റിനുമായ സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, കടന്നു വന്ന അടിങ്ങളെ ഓരോരുത്തരേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിങ്ങളെ അനുഗ്രഹിക്കണമേ. അടിങ്ങളെ ആവശ്യങ്ങളൊക്കെ കൂടിയിരിക്കണമേ കർത്താവെ. അടിങ്ങളെ ജോലി മേലെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അടിങ്ങളെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിങ്ങളെ മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരി സമങ്ങളെ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഭാരങ്ങളിലും പ്രയാസം കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരും പേരുപേരായി ന്യൂസിലേക്ക് വെക്കുന്നു കർത്താവെ. പൂർണ്ണമായ സൗഖ്യവും ബലവും കൊടുക്കണമേ കർത്താവെ. ബഹുട്ടിജാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സൗഖ്യവും ബലവും കൊടുത്തതിനാൽ സ്തോത്രം. വീണ്ടും അങ്ങയുടെ കൃപയും കാവലും നിർത്തണമേ കർത്താവായതമ്മേ. ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവായതമ്മേ. അതുപോലെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവായതമ്മേ. അവർക്കൊക്കെ ആയിക്കണത്തൊക്കെ ഞങ്ങളുടെ കൃപകാലം ഉണ്ടായിരിക്കണമേ കർത്താവെ. വയനാട്ടിലെ അടിയങ്ങളെ ഓൾഡ് ജോബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അടിങ്ങളിപ്പോൾ കർത്താവെ പിരിയുന്നു. പിരിയാത്തവനായ കൂടെ ഇരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടെ ഞങ്ങളുടെ ജീവിതം നല്ല പാത്രങ്ങളായി ഉത്സാഹവും അത്യുത്സാഹവും ഉള്ളവരായി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെയുള്ള ജീവിതം നയിക്കുവാനും വചന ശുശ്രൂഷ കോശി ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദാസന്റെ ശുശ്രൂഷകളും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. Praise the Lord.